ഹലോ കൂട്ടുകാരെ, റെയിൻബോ ഇൻ സൺഗ്ലാസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ ട്രിപ്പിലാണ് ഞങ്ങൾ ഫിജിയിൽ എത്തിയിരിക്കുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫിജി കാണണമെന്ന്. ഫിജിയിലെ അവിസ്മരണീയമായ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എവിടെ ദൂരയാത്രയ്ക്ക് പോയാലും എനിക്ക് അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഓർമ്മയിൽ സൂക്ഷിക്കാനും പങ്കുവെക്കാനും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രിസ്ബെയിനിൽ നിന്ന് ഒരു 8 മണി 8:30 ആയപ്പം എയർപോർട്ടിലോട്ട് ഇറങ്ങി. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 11:30 Closed doors. We request all passengers to be seated in your allocated. Arrival at Canini. We'll get back to you prior to top of the set and update you on any further details. In the meantime, please make yourselves comfortable and enjoy the Fiji Airways service. Thank you very much. And the leader of one. All right. ഇത് കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് കരിക്ക് അവൈലബിൾ ആയിരുന്നു. മുള്ളൻ ചക്ക, മറ്റ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ലൈക്ക് പൈനാപ്പിൾ, പേരയ്ക്ക, വാട്ടർമെലൺ എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫെയർവെൽ സോങ്ങും കണ്ട് ഞങ്ങൾ ഇനി ബാക്കി ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് കരുതി റൂമിലെത്തിയതാണ്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. മക്കൾ ഇതാ അപ്പൻ്റെ ഒപ്പം ജെറ്റ് സ്കീ ചെയ്യാൻ പോകുന്നു. കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കാറാകുന്നതുവരെ ജെറ്റ് സ്കീയിങ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ എത്തിയിട്ട് രാവിലെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഇതുവരെയായിട്ടും വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം രാത്രിയായി, എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട്. അപ്പം വീണ്ടും ബഗിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ കുറച്ച് ദൂരം പോയപ്പോൾ ഇതാ പന്തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഏഷ്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ്, നിറവെന്നാണ് പേര്. അപ്പം നല്ല ക്യൂരിയോസിറ്റിയോടെ ഞങ്ങൾ അകത്ത് കയറി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. നല്ല വൃത്തിയുള്ള സ്ഥലം. അവരുടെ കുക്കിംഗ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ കുക്കൊക്കെ ചെയ്യുന്നത്. ഇറ്റ് വാസ് സോ നൈസ് എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് അധികം ജ്ഞാനമൊന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്തത് മറവിൻ്റെ സിഗ്നേച്ചർ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇനി വിശ്രമമായിരിക്കും. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ
റിസോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ വീണ്ടും വീണ്ടും ഫുഡ് കഴിച്ച കാരണം അത് ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അപ്പം ഇനി മറ്റു ദിവസങ്ങളിൽ പുറത്ത് നിന്ന് കഴിക്കാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye bye.